ഹായ് ടീം. അപ്പോൾ ഇന്നത്തെ എൻ്റെ സെഷൻ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ഫണ്ട്സ് അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റിയാണ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ പ്രമുഖമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ പറയാം. ആദ്യത്തേത് PPF, രണ്ടാമത്തേത് NPS, മൂന്നാമത്തേത് സ്റ്റോക്ക്, നാലാമത്തേത് മ്യൂച്വൽ ഫണ്ട്, അഞ്ചാമത്തേത് ഗോൾഡ്, ആറാമത്തെന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ്. ഇതിനകത്ത് ആദ്യം ഞാൻ PPF എന്ന് പറയുന്ന സാധനത്തിൽ തുടങ്ങാം. PPF എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട്. നിങ്ങൾ PFനെ പറ്റി കേട്ടിട്ടുണ്ടാവും. PF സിനിമയിൽ നമ്മൾ പുത്രന്മാരുടെ ഫണ്ട് എന്നൊക്കെ പറയും. അത് നോർമലി പക്ഷേ എംപ്ലോയ്മെൻറ്റിലുള്ള ആൾക്കാർക്ക്, അതായത് ഒരു ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലിയിലുള്ള ആൾക്കാർക്ക് റെനൗൺഡ് ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കും PF നോർമലി കൊടുക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ശമ്പളത്തിൽ നിന്ന് തന്നെ ഒരു എമൗണ്ട് പിടിച്ചിട്ട് നമ്മുടെ കണക്കായിട്ടും പിന്നെ കമ്പനിയുടെ കണക്കായിട്ട് കമ്പനിയും ഒരു എമൗണ്ട് നമ്മുടെ സർക്കാർ നിക്ഷിപ്തമായ ഒരു PF ഫണ്ടിലേക്ക് ഇടും. അതൊരു PF അക്കൗണ്ട് ഉണ്ടാവും, നമുക്ക് ബാങ്ക് അക്കൗണ്ട് പോലെ സർക്കാരിൻ്റെ ഒരു PF ഉണ്ടാവും, അതിലേക്കായിരിക്കും ഇടുന്നത്. പക്ഷേ അതിനൊരു ലോക്ക് ഇൻ പീരീഡൊക്കെ ഉണ്ടാവും, ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടാവും. അതായത് ഇത്ര നാൾ കഴിഞ്ഞിട്ട്, എനിക്കൊന്ന് 15 വർഷമാണെന്ന് തോന്നുന്നു, ഇത്ര നാൾ കഴിഞ്ഞിട്ട് നമുക്ക് അതിന് പിൻവലിക്കാൻ പറ്റൂ. പക്ഷേ ഇപ്പം ഇത്രയും കൂടെ നിയമങ്ങൾ ലിബറൽ ആക്കിയിട്ടുണ്ട്, അതായത് എളുപ്പമാക്കിയിട്ടുണ്ട്. 5 വർഷം കഴിയുമ്പോൾ തന്നെ എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ മാരേജ്, മക്കളുടെ മാരേജ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, ജോലി പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ലിബറലൈസേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ നേരത്തെ എന്ന് പറഞ്ഞാൽ മിനിമം 5 വർഷം ജോലി ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ സാധനം അതിൽ. പക്ഷേ എല്ലാവർക്കും ഇടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, എംപ്ലോയ്മെൻ്റ് ഉള്ളവർക്ക് ഇടാൻ പറ്റും, ജോലിയുള്ളവർക്ക്. അല്ലെങ്കിൽ ഒരു കമ്പനി, ആ കമ്പനി PFൽ രജിസ്റ്റർ ആയിട്ടുള്ള കമ്പനിയാണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. പക്ഷേ സാധാരണക്കാർക്ക് ഇടാൻ പറ്റുന്നൊരു സാധനമാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ PPF. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ ആപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും. അതായത് 500 രൂപ മുതൽ എത്ര രൂപ വേണമെങ്കിലും ഇടാം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് 7.1% അത് കൂടാനാണ് സാധ്യത. കാരണം ഗവൺമെൻറ് മാറുമ്പോൾ ആ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് മാറാറുണ്ട്. അപ്പോൾ ഗ്യാരൻറ്റീഡ് ആണ്, ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ളതുകൊണ്ട് തന്നെ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള റിട്ടേൺ ആണ്. അപ്പോൾ നമുക്ക് പൈസ ഇട്ട് റിട്ടേൺസ് ഉണ്ട്. അതായത് FDക്കാലും റിട്ടേൺസ് കിട്ടും. പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 15 ഇയർ ലോക്കിനാണ്. അതായത് 15 വർഷം കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് ഇടുന്ന പൈസ നല്ല കോമ്പൗണ്ടിങ് ആണ്, നല്ല ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷേ 15 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ലോങ് ടേം ആൻഡ് റിട്ടയർമെൻറ്റ് നോക്കി ചെയ്യുന്നവർക്ക് അത് നല്ലൊരു സാധനമാണ്. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇൻകം ടാക്സ് സ്ലാബുകളെ പറ്റി കേട്ടിട്ടുണ്ടാവും. നമ്മളെപ്പോഴും ഗവൺമെൻറ് നിർമ്മല സീതാരാമൻ്റെ ഒക്കെ ബഡ്ജറ്റ് വരുമ്പോഴത്തേക്കും ടാക്സ് സ്ലാബിനെ പറ്റിയും ഇൻകം ടാക്സ് ഫയലിങ്ങിനെ പറ്റി കേൾക്കാറില്ലേ? സംശയം വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ, ഞാൻ അതിനെപ്പറ്റിയും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇൻകം ടാക്സ് ഫയലിങ്ങിൻ്റെ സമയത്ത് നമുക്ക് 2 സ്ലാബുകളുണ്ട്. അതായത് ഓൾഡ് സ്ലാബും ന്യൂ സ്ലാബും ഉണ്ട്. അതിൽ ഈ ഓൾഡ് സ്ലാബിൽ വരുന്നവർക്ക് അല്ലെങ്കിൽ ഓൾഡ് റെജീമിൽ നമ്മൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ചെല്ലുമ്പോൾ നമുക്ക് അതിനകത്ത് കുറച്ച് ഡിഡക്ഷൻസ് കാണിക്കാൻ പറ്റും. അതായത് എനിക്ക് 5 ലക്ഷം രൂപ ശമ്പളം ഉണ്ടെങ്കിൽ ഡിഡക്ഷൻസ് 1.5 ലക്ഷം രൂപ കാണിക്കാൻ പറ്റും. അതായത് 5-ൽ നിന്ന് 1.5 പോയിട്ട് ബാക്കി 3.5 ലക്ഷം രൂപ എൻ്റെ ടാക്സ് സാലറി ഞാൻ കാണിക്കുന്നുള്ളൂ. എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ 12 ലക്ഷം വരെ ടാക്സ് ഇല്ലാതെ അടയ്ക്കാൻ പറ്റുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് അടിച്ചോ, ഞാൻ പറയാം. അല്ലെങ്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ പറയാം. ഇപ്പോൾ ഈ 1.5 ലക്ഷം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് ഉള്ളതിൽ അതിനകത്ത് നമുക്ക് കാണിക്കാൻ പറ്റുന്നത് ഈ LIC, കുട്ടികളുടെ ട്യൂഷൻ ഫീസ്, നമ്മളെ ഇൻഷുറൻസ്, ELSS എന്നൊക്കെ പറയും. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഹോം ലോൺ ഇൻട്രസ്റ്റ് അടച്ചത് 1.5 ലക്ഷം രൂപ വരെ ഒരു വർഷത്തിൽ അടച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാം. അതിനൊപ്പം കാണിക്കുന്ന സാധനമാണ് PPF എന്ന് പറയുന്ന സാധനം. PPF, NPS ഒക്കെ. അതിൽ PPF അങ്ങനെ കാണിക്കാം. അപ്പോൾ ടാക്സിൻ്റെ ഒരു ഡിഡക്ഷനും കൂടെ, ഒരു ലാഭവും കൂടെ ഉണ്ടാകും. അതും കൂടെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ലോങ് റണ്ണിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ സാധനം. റിസ്ക് ഇല്ലാത്ത നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. റിസ്ക്കുള്ള വേറൊക്കെ ഉണ്ട്, പിറകെ വരും പറയാം. ഇത് ശ്രദ്ധിക്കുക. PPF നല്ലൊരു ചോയ്സാണ്. പ്രത്യേകിച്ച് എംപ്ലോയിഡ് ആയിട്ടുള്ള നമ്മളെപ്പോലത്തെ മിഡിൽ ക്ലാസ് ടെക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ടാക്സും കൂടെ നിങ്ങൾക്ക് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, താങ്ക് യു.